വാട്ട് മെയ്ഡ് യു ടു ചൂസ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി? സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് എ വുമൺ സപ്പോർട്ടിങ് എ വുമൺ ത്രൂ ഔട്ട് ദെയർ ലൈഫ്. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ വിമൻ ഈസ് ബ്രസ്റ്റ് ക്യാൻസർ. നമുക്ക് ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നോർമൽ എന്താണെന്ന് അറിയണം. അത് പാരമ്പര്യമായിട്ട് ലഭിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമായിരിക്കും? ഈ 2 ജീനിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻസ് വരിക അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സാധ്യതയുണ്ട്. ഞാൻ ഡോക്ടർക്ക് ഒരു വിഷ്വൽ കാണിച്ചു തരാം. എത്രത്തോളം ഭയാനകമായിട്ടുള്ളൊരു രംഗമാണ്. സ്വന്തം അമ്മ കുഞ്ഞിനെയാണ് ഇൻറ്റൻഷനലി ഒരമ്മയും സ്വന്തം മക്കളെ അങ്ങനെ ഹേർട്ട് ചെയ്യില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കണം. സ്ത്രീകൾ അവരുടെ മക്കളായിട്ടും ഭർത്താക്കന്മാരായിട്ടും വഴക്ക് കൂടുന്നത് അവരുടെ ആ പീരീഡ്സിൻ്റെ ഒരു 2-3 ദിവസം മുൻപായിരിക്കും. ഫസ്റ്റായിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. കൂടെ നിൽക്കുന്നവർ ഓവറായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ അല്ല എന്നുള്ളത് കൂടെയുള്ളവർ ആദ്യം മനസ്സിലാക്കണം. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഡോക്ടർ HP ടോക്സ്. ഇന്ന് നിങ്ങൾ ഈ കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഷൂട്ട് പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അറ്റ് ദ മൊമെൻറ്റ് ഐ ഫീൽ സോ ഹാപ്പി. കാരണം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സ്ത്രീകളുടെ ആരോഗ്യം, അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു നല്ല എപ്പിസോഡായിരിക്കും ഇതെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിനായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജിജി സംഷീർ, സീനിയർ കൺസൾട്ടൻറ്റ് ഒബ്സ്റ്ററ്റിഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പിക് ആൻഡ് റോബോട്ടിക് സർജൻ ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്, ഡോക്ടർ ജിജീസ് ക്ലിനിക് ഫോർ വിമൻ, പനമള്ളി നഗർ, കൊച്ചി. വെൽക്കം ഡോക്ടർ ജിജി, വെൽക്കം ബാക്ക് ടു ഡോക്ടർ HP ടോക്സ്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ അവസാനം പറഞ്ഞു നിർത്തിയത് ഇനിയും ഈ ഷോയിൽ കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെയാണ്. ആൻഡ് ഹിയർ വി ആർ ബാക്ക് അഗെയിൻ. അന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചില്ല. ഇന്ന് അതൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ലെറ്റ് മീ ആസ്ക് യു സം പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റീസിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ കമ്പാരിറ്റീവ്ലി വർക്കിംഗ് സ്ട്രെയിൻ കുറവുള്ളതുകൊണ്ട്. ബട്ട് വാട്ട് മെയ്ഡ് യു ടു ചൂസ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി? വളരെ നല്ല ക്വസ്റ്റ്യനാണ്. സോ ബാക്കിയുള്ള മെഡിസിൻ പേഴ്സണലി ബാക്കിയുള്ള എല്ലാ മെഡിസിൻ ബ്രാഞ്ചിനേക്കാളും ഗൈനക്കോളജി കുറച്ചും കൂടെ ഇറ്റ്സ് മോർ അബൌട്ട് മെഡിക്കൽ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ദർ ഇസ് ലോട്ട് ഓഫ് ഒരു ട്രസ്റ്റ്, ഒരു കണക്ഷൻ വിത്ത് പേഷ്യൻറ്റ് ആൻഡ് യു ആർ ഒരു സ്ത്രീയുടെ ലൈഫിലൂടെ ത്രൂ ഔട്ട് ദെയർ ഇൻ ദെയർ ലൈഫ്. ലൈക്ക് റൈറ്റ് ഫ്രം ഒരു പീരിയഡ്സ് ഫസ്റ്റ് ടൈം ഒരു കുട്ടി പീരിയഡ്സ് ആവുന്നത് തൊട്ട് അവരുടെ ഒരു പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, അവരുടെ മെനോപോസ്, ആ ഒരു ത്രൂ ഔട്ട് ദ ഫേസ് ഓഫ് യുവർ ലൈഫ് യു ആർ ഓൾവേസ് ദെയർ ഫോർ ദെം. പിന്നെ ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് പോലെ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ഇറ്റ്സ് അബൌട്ട് അവെയർനെസ്. ഒരു സ്ത്രീകൾക്ക് വേണ്ടി, സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു അസുഖം ട്രീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, യു ക്യാൻ ബി ദെയർ ഫോർ ദെം, അവർക്ക് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാം, അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് എ വുമൺ സപ്പോർട്ടിങ് എ വുമൺ ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ആൻസർ ആക്ച്വലി. ഒരു ഒബ്സ്റ്ററ്റിഷ്യൻ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്ന മൊമെൻ്റ് എപ്പോഴായിരിക്കും? ഫസ്റ്റ് എപ്പോൾ ചോദിച്ചാലും ഞാൻ വൺ തിങ് ഐ വിൽ സേ ഇറ്റ്സ് അബൌട്ട് ഒരു ഡെലിവറി കഴിയുമ്പം വെൻ യു ഹിയർ ഒരു ബേബിയുടെ ഒരു കരച്ചിൽ കേൾക്കുമ്പോഴല്ലോ, ദറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് ഒരു ജോബ് എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ആസ് എൻ ഒബ്സ്ട്രീഷ്യൻ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാലും ഫൈനലി എൻഡ് ഓഫ് ഇറ്റ് നമ്മൾ ആ ഒരു കരച്ചിൽ കേൾക്കുമ്പോഴല്ലോ ദ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് യു ഫീൽ, ആ ഒരു മദറിൻ്റെ കണ്ണിലുള്ള ഒരു ഹാപ്പിനെസ്. ആൻഡ് വെൻ യു ഹിയർ ആ ഒരു ബേബിയുടെ ക്രൈ, യു ലുക്ക് അറ്റ് ദ ബേബീസ് ഫേസ്, നമ്മൾ അതുവരെ എത്രത്തോളം കഷ്ടപ്പെട്ടു ആ ജോബിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യലും യു ഫൈനലി ഫീൽ സോ സാറ്റിസ്ഫൈഡ്. ആക്ച്വലി അതൊരു ബ്ലെസ്ഡ് ആൻഡ് ഗിഫ്റ്റ് മൊമെൻ്റ് ആണ്. ഡെഫിനറ്റ്ലി. ഒരു അതുപോലെ ഇപ്പോൾ ഞാൻ ഈ ഡെലിവറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട്, ഒരു സ്ത്രീ ലേബർ റൂമിലേക്ക് പ്രവേശിക്കുകയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയൊക്കെ പ്രാർത്ഥനയും പ്രതീക്ഷയാണ് ഒരു ഒബ്സ്റ്ററ്റിഷ്യൻ്റെ മുകളിൽ വയ്ക്കുന്നത്. എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ഭാരം അനുഭവപ്പെട്ടിട്ടുണ്ടോ? യെസ്, മോസ്റ്റ് ഓഫ് ദ ടൈം. ബിക്കോസ് ഈവൺ ഓഫ് ഒരു നോർമൽ ഡെലിവറിയാണ്, ഹൈ റിസ്ക് ഇല്ലാത്തൊരു പ്രഗ്നൻസി ആണെങ്കിൽ പോലും നമുക്ക് ഏത് സമയത്താണ് ഒരു കോംപ്ലിക്കേഷൻ വരുന്നതെന്ന് ഡെലിവറിയുടെ കാര്യം എങ്ങനെയാണ്. അപ്പം എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു സ്ട്രെസ് ഉണ്ട്. അത് കൂടാതെ ഈ പറഞ്ഞ പോലെ പാരൻസിൻ്റെ ഒരു സ്ട്രെസ്, ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ അടുത്തൊരു ലൈക്ക് എന്താ പറയുക, നിയർ ടു ഗോഡ് കൺസിഡർ ചെയ്തിട്ടാണ് അവരുടെ മകളെയോ അല്ലെങ്കിൽ മരുമകളെ ആരാന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് അയക്കുന്നത്. സോ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു പ്രഷർ ഉണ്ട്. അതുകൊണ്ടാണ് എൻഡ് ഓഫ് ഇറ്റ് വെൻ യു ഹിയർ ദാറ്റ് ബേബീസ് ക്രൈ, ദാറ്റ് റിയലി മേക്സ് യു ഹാപ്പി. അവിടെ ആ പ്രഷറൊക്കെ തീർന്നു പോകും. അതെ, ആക്ച്വലി യു ആർ എൻജോയിങ് യുവർ പ്രൊഫഷൻ. യെസ്, ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഡോക്ടർ ഒരു റോബോട്ടിക് സർജൻ കൂടെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്ര പേർക്ക് അത്ര ഫെമിലിയർ അല്ല ഈ റോബോട്ടിക് സർജറിയെക്കുറിച്ച്.
Can you please explain how this robotic surgery is performed? പലർക്കും റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ഭയങ്കര കൺസേൺസ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്ക് ഒരു റോബോട്ടാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് കൺസേൺ തന്നെ. റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ റോബോട്ടിക് സിസ്റ്റം വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർജറി, അല്ലാതെ ഒരു റോബോട്ടൊന്നല്ല. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജൻസ് നമ്മൾ തന്നെയാണ് കംപ്ലീറ്റ് കൺട്രോൾ ഉള്ളത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾ പഴയ കാലത്തൊക്കെ സർജറി ഓപ്പൺ സർജറീസ് ആയിരുന്നു. നമുക്കറിയാം, ഒരു കീ ഹോൾ സർജറി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വയറ് തുറന്നിട്ടായിരുന്നു സർജറീസൊക്കെ. പല സർജറീസും ഗൈനക് സർജറീസ് ചെയ്തു. ഗൈനക്ക് മാത്രമല്ല പല സർജറീസും ചെയ്തു. ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് കീ ഹോളായി. ചെറിയ കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്യേണ്ട റിസ്ക് കുറച്ച് കൊണ്ടുവന്ന് നമുക്കതൊരു ചെറിയ കീ ഹോൾ വഴി ചെയ്യാൻ തുടങ്ങി. കാലം മാറുന്നതിനനുസരിച്ച് ടെക്നോളജി വീണ്ടും അഡ്വാൻസ് ചെയ്ത ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് പേഷ്യൻറ്റ് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ പ്ലേസ്ഡ് ആയിരിക്കും. അത് റോബോട്ടിക് ഒരു ആംസ് ഉണ്ട്. ആ ആംസ് നമുക്ക് പേഷ്യൻറ്റിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് ഈ സർജൻ, അതായത് ഡോക്ടർ ഇരിക്കുന്നത് ഒരു സെപ്പറേറ്റ് ഒരു കൺസോൾ ഉണ്ട്, റോബോട്ടിക് കൺസോൾ അവിടെ ഇരിക്കുന്നു. അതിലൂടെ നമുക്ക് കണ്ടിട്ട് അതിലൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് നമുക്കത് കാണുമ്പം നമുക്ക് ഡയറക്റ്റ് കാണുന്നെങ്കിലും വളരെ മാഗ്നിഫൈഡ് ആയിട്ട് ആണ് നമുക്ക് ഈ ഇമേജ് കാണാൻ പറ്റുന്നത്. ഈ റോബോട്ടിക് ആംസ് പേഷ്യൻ്റെ അകത്തേക്ക് പോയി അത് നമുക്കൊരു സ്ക്രീനിലൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പ്രിസൈസ്, ബിക്കോസ് ആ ഉള്ളതിനേക്കാൾ ഒരുപാട് തവണ 10 മടങ്ങ് വലുതായിട്ടാണ് നമുക്ക് ആ ഇമേജ് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമുക്ക് സർജറി പ്രിസിഷൻ ഭയങ്കര അക്യുറേറ്റ് ആയിരിക്കും. കൂടാണ്ട് തന്നെ അതിൻ്റെ ഒരു പെയിൻ കുറവായി. പേഷ്യൻ്റ് സർജറി കഴിഞ്ഞ് കഴിയുമ്പം പെയിന് കുറവാണ്, ബ്ലഡ് ലോസ് കുറവാണ്, പേഷ്യൻ്റ് പെട്ടെന്ന് റിക്കവറി കുറവാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇറ്റ്സ് എ ലേറ്റസ്റ്റ്. ഇന്നത്തെ കാലത്ത് എപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ യു ഷുഡ് ഓൾവേസ് ഗോ ഫോർ എ റോബോട്ടിക് സർജറി. അതായത് റോബോട്ടാണ് സർജറി പെർഫോം ചെയ്യുന്നെങ്കിലും ബിഹൈൻഡ് ദ സീൻസ് ഇറ്റ്സ് കൺട്രോൾഡ് ബൈ എ ഗൈനക്കോളജിസ്റ്റ്. യെസ്, റോബോട്ടല്ല സർജറി ചെയ്യുന്നത്, റോബോട്ടിക് ആംസ് ആണ് ചെയ്യുന്നത്. ആ ആംസിന് മാത്രമേ ഉള്ളൂ, ആ ഡിവൈസിന് മാത്രമാണ് റോബോട്ടിക് സിസ്റ്റം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. അതർവൈസ് കംപ്ലീറ്റ്ലി സർജൻ നമ്മുടെ തന്നെയാണ് കൺട്രോൾ. അപ്പോൾ ഒരു സർജൻ മാനുവലി ഒരു സർജറി ചെയ്യുന്നതിനേക്കാൾ എന്തായിരിക്കും ഒരു റോബോട്ടിക് സർജറിക്കുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ബെനിഫിറ്റ്സ് ഇത് തന്നെയാണ്. പ്രിസിഷൻ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് മാഗ്നിഫൈഡ് ആയിട്ടാണ്, വലുതായിട്ടാണ് നമുക്ക് ഇത് കാണുന്നത്. ഒരു സർജൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജൻ്റെ ഫ്രണ്ടിൽ വളരെ വലുതായിട്ടാണ്, മാഗ്നിഫൈഡ് ആയിട്ടാണ് നമുക്കിത് കാണാൻ പറ്റും. അപ്പം ലോജിക്കലി നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും, നമ്മുടെ മുന്നിൽ അത്രയും വലുതായിട്ട് നമുക്ക് ഒരു സർജറി ചെയ്യുമ്പം അത്രയും ക്ലീൻ സർജറി ആയിരിക്കും, ഒരു പ്രിസൈസ് സർജറി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ റോബോട്ടിക് ആംസ് ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പം ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഇതിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ അക്യുറസി ഭയങ്കര കറക്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ കൈ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ ഒരു 360 ഡിഗ്രി വേണമെങ്കിൽ നമുക്കിതിന് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ കൈ കൊണ്ട് അല്ലാതെ ഈ ലാപ്രോസ്കോപ്പി വെച്ച് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, അതുകൊണ്ടാണ് ഡിഫിക്കൽട്ട് കേസസ് സർജറീസൊക്കെ ഇത് കുറച്ചും കൂടെ റിസൾട്ട്സ് നല്ലതെന്ന് പറയുന്നത്. കാരണം മറ്റേ കീ ഹോളിൻ്റെ ആംസ് എത്താൻ പറ്റാത്തടത്ത് ഇതിനെത്താൻ പറ്റും. ഡോക്ടറുടെ മറ്റൊരു ഫീൽഡ് ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് ഗൈനക്കോളജി. ഈ നേരത്തെ റോബോട്ടിക് സർജറിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയും പലർക്കും അത്രയും ഫെമിലിയർ അല്ല. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിക്കുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ എൻ്റെ സ്വാധീനം എന്താണ്? കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നുള്ളൊരു പേര് കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോസ്മെറ്റിക് ഒരു പെർഫെക്ഷൻ ഒക്കെയാണ്, കുറച്ച് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് മനസ്സിലേക്ക് ആദ്യം കടന്നു വരും. പക്ഷേ കോസ്മെറ്റിക് ഗൈനക്കോളജി പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ അല്ല. ഒരു സ്ത്രീക്ക് അവരുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ പല കാരണങ്ങളുണ്ട്. ഏജ് റിലേറ്റഡ് ആയിട്ട് പ്രായാധിക്യം കൊണ്ടുവരുന്ന വെജൈനൽ ഏരിയയിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ ഡെലിവറി കഴിഞ്ഞാലുണ്ടാവുന്ന ഒരു വെജൈനൽ ലാക്സിറ്റി, ലൂസ് ആയിട്ടുള്ള വെജൈന, അതുപോലെ പല കാരണങ്ങൾ, ജനറ്റിക് ആയിട്ടുള്ള പല റീസൺസ് കൊണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫിൽ അവർക്കതൊരു ഇഷ്യൂ ആയി വരാറുണ്ട്. പക്ഷേ ഒരിക്കലും അതൊരു എഗെയിൻ പ്രൈവറ്റ്, അത് തുറന്നു പറയാനുള്ള ഒരു ടാബുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിന് തുറന്നു പറയാനുള്ളൊരു സിറ്റുവേഷൻ അവർക്കില്ല. അവരുടെ സെക്ഷൽ സെൻസേഷൻസിലൊക്കെ കുറവ് അനുഭവപ്പെടും. യെസ്, അവർക്ക് ക്വാളിറ്റി ഓഫ് അവർക്ക് പാർട്ട്ണറായിട്ടുള്ള ഇൻറ്റിമസിയിൽ പലപ്പോഴായിട്ട് ഇത് കാരണങ്ങൾ കുറവ് ബുദ്ധിമുട്ട് വരാറ്. പക്ഷേ അതൊരു ഈ പറഞ്ഞ പോലെ അത് ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് ആ കോൺഫിഡൻസ് കുറവ് വരുന്നു. കാരണം അത് അവർ സെക്ഷൽ ഇൻറ്റിമസിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു പ്രോബ്ലമായിട്ട് വരുന്നു. പക്ഷേ പലപ്പോഴും ഇത് ആ ഒരു പ്രൈവറ്റ് കാര്യമായതുകൊണ്ട് പലപ്പോഴും ഇത് തുറന്ന് പറയുന്നില്ല, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നില്ല. ആക്ച്വലി ഇതൊക്കെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വേർ ദ റോൾ ഓഫ് കോസ്മെറ്റിക് ഗൈനക്കോളജി കംസ് ഇൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പെർഫെക്ഷൻ്റെ മാത്രമല്ല, നമുക്കൊരു ഫങ്ഷൻ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതും അതിൽ വരുന്നുണ്ട്. ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ഒരു ബ്യൂട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു ഫങ്ഷൻ എബ്നോർമാലിറ്റി നമ്മൾ തിരിച്ച് റീസ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെജൈനൽ ലാക്സിറ്റി, ഡെലിവറിക്ക് ശേഷമോ അല്ലെങ്കിൽ പ്രായാധിക്യം കാരണമോ വരുന്ന ഒരു വെജൈനൽ ലൂസ്നെസ്, ആക്ച്വലി പലർക്കും അതൊരു സെക്ഷൽ പ്രോബ്ലമായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈവൻ ഹസ്ബൻഡ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്ന പലപ്പോഴും നമുക്ക് വരാറുണ്ട്. പക്ഷേ
അത് അവരത് ഉള്ളിലടക്കി ഒരു എവിടെ പോയി പറയണമെന്നോ അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്നോ അറിയാതെ വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതൊരു വൺ ഓഫ് ദ റീസൺ മാത്രമാണ്. അത് കൂടാതെ തന്നെ കോസ്മെറ്റിക്കലി വേറെ റീസൺസ് ഉണ്ട്. അതായത് നമുക്കൊരു ബാക്കിയുള്ള ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്കിന്നിനൊക്കെ ഒരുപാട് വൈറ്റനിങ് അല്ലെങ്കിൽ നമ്മൾ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ട് ഇസ് ആസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ വുമൻ. അതുപോലെ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നോൺ സർജിക്കലായിട്ട് തന്നെ ഈ ലൂസ്നെസ് വെജൈനൽ ലാക്സിറ്റിക്ക് നമ്മൾ ലേസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ടൈറ്റനിങ് പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ബേസിക്കലി കോസ്മെറ്റിക് ഗൈനക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ളൊരു പ്രോപ്പറായിട്ടുള്ള അവയർനെസ് സമൂഹത്തിലേക്ക് ചെല്ലേണ്ടത് തന്നെയാണ്. യെസ് ബിക്കോസ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ തുറന്നു പറയാനും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും തുറന്നു പറയാനൊരു ബുദ്ധിമുട്ടാണ്. ഒരു പല കാര്യങ്ങളും പറയുന്നില്ല ആരും ആക്ച്വലി. അപ്പോൾ അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് സംസാരിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരു ഭൂരിഭാഗം ജനങ്ങളും ചിലപ്പോൾ വരുമായിരിക്കും. കാരണം എന്താ പറഞ്ഞത്, ഒന്ന് അവയർനെസ് ഇല്ല അതിനെക്കുറിച്ച്. ഇനി അവയർനെസ് ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ പോയി കാണും എന്നുള്ളൊരു ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് മോർ ഓഫ് അവയർനെസ് ആവശ്യമാണ്. നമ്മളിതിനെക്കുറിച്ച് മോറായിട്ട് ഓപ്പണായിട്ട് ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് മോർ ടോക്സ് ആൻഡ് മോറായിട്ട് ഇതിനെ കുറച്ചുകൂടെ നോർമലൈസ് ചെയ്യണം. നമ്മളത് ഒളിപ്പിച്ച് വെക്കാതെ എന്നിട്ട് ഡോക്ടറെ പോയിട്ട് കാണാം. ഷുവർ ഭൂരിഭാഗം ആണുങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു വൈഫ് ഓർ പാർട്ട്ണർ അങ്ങനെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും എൻ്റെ അറിവിൽ എല്ലാവരും പോയി ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തത് തന്നെയാണ് മേജർ ഇഷ്യൂ. ഇനി നമ്മുടെ ഗൈനോക്കോളജിക്കലായിട്ടുള്ള രോഗങ്ങളിലേക്ക് വരുമ്പോൾ ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ വിമൻ ഈസ് ബ്രസ്റ്റ് ക്യാൻസർ. ഇതിനെക്കുറിച്ചുള്ളൊരു പ്രോപ്പറായിട്ടുള്ള അവയർനെസ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കാൻ ഈ എപ്പിസോഡിലൂടെ സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് ഓരോ സ്ത്രീകളും എങ്ങനെയാണ് അവരെ തന്നെ പരിശോധിക്കേണ്ടതെന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതിനെക്കുറിച്ച് പറയാം. ഫസ്റ്റ് തന്നെ സ്ത്രീകൾക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ടോക്കിലും പറയുന്നതാണ്, ഫസ്റ്റ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നോർമൽ എന്താണെന്ന് അറിയണം. എന്നാലേ നമുക്കത് അതിൽ മാറ്റങ്ങളുണ്ടോ അബ്നോർമൽ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. സോ പറഞ്ഞു വരുന്നത് ബേസിക്കലി നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മുടെ നോർമൽ ബ്രസ്റ്റ് എന്താണ് ഒരു സ്ത്രീ അറിഞ്ഞാലേ അവർക്ക് അബ്നോർമലായിട്ട് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ബിക്കോസ് ബ്രസ്റ്റ് സൈസ് പലർക്കും പല വേരിയേഷൻ കാണും. ബ്രസ്റ്റിൻ്റെ നേച്ചർ എല്ലാം നിപ്പിൾസ് എല്ലാം പല രീതിയിലുള്ള വേരിയേഷൻസ് കാണും. അപ്പം ഓരോ സ്ത്രീക്കും അവർ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അവരുടെ നോർമൽ എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് കൈ രണ്ടും താഴേക്ക് താഴ്ത്തി വെച്ചിട്ട് മിററിൽ അവർ ഒബ്സർവ് ചെയ്യണം അവരുടെ നോർമൽ ബ്രസ്റ്റ് സ്കിൻ ടെക്സ്ചർ എങ്ങനെയാണെന്നും നിപ്പിൾ എങ്ങനെയാണെന്നും അതിൻ്റെ കളേഴ്സ് അതൊക്കെ നോർമലി അറിഞ്ഞിരിക്കണം എല്ലാ സ്ത്രീകളും. അങ്ങനെയാണെങ്കിൽ പിന്നെ മാത്രമല്ല എല്ലാ മാസവും നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് റൂട്ടീൻ മാൻഡേറ്ററി ആയിട്ട് എല്ലാ സ്ത്രീകളും ചെയ്തിരിക്കേണ്ടതാണ്. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ന് വെച്ചാൽ ഒന്നുകിൽ നമുക്ക് ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഒരു കൈ നമുക്ക് തലയുടെ പുറകിൽ വെച്ച് നിന്നിട്ട് റൈറ്റ് സൈഡ്, ഇപ്പോൾ ലെഫ്റ്റ് ബ്രസ്റ്റാണ് എക്സാമിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റിൻ്റെ പൾപ്പ് ഓഫ് ദ ഫിംഗർ എന്ന് പറയും, അത് വെച്ചിട്ട് ഈ ബ്രസ്റ്റിൻ്റെ ഔട്ട്വേർഡ്സ് നിന്ന് ഇൻവേർഡായിട്ട് ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ റൗണ്ടാക്കി ഇങ്ങനെ തടവിക്കൊണ്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈവൻ റൈറ്റ് സൈഡാണ് ചെയ്യുന്നുണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് നോർമലി അത് റുട്ടീനാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നോർമൽ എന്താണ് നമ്മുടെ ബ്രസ്റ്റിൽ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. വിഷ്വലി എന്തെങ്കിലും സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ, കളർ ചേഞ്ചസ് അല്ലെങ്കിൽ നിപ്പിളിലുള്ള ചുളിവുകൾ, അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് ഇൻസ്പെക്ഷൻ കണ്ടു കഴിയുമ്പം അറിയാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതറിയാൻ പറ്റും എന്തെങ്കിലും തടിപ്പുണ്ടോ എന്നുള്ളത്. കാരണം നമുക്കറിയാം നമ്മുടെ നോർമൽ ബ്രസ്റ്റ് എങ്ങനെയാണ് അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ മാറ്റുന്ന മാറ്റങ്ങളും നമുക്ക് റെഗുലർ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു റുട്ടീനായിട്ട് എല്ലാ സ്ത്രീകളും പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മാസം ഒരു ദിവസം ഫിക്സ് ചെയ്യുക. പ്രിഫറബിളി പീരിയഡ്സുള്ള സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞ ഉടനെ ആ ബ്രസ്റ്റിൻ്റെ ആ കഞ്ചഷനും പെയിനൊക്കെ കഴിഞ്ഞ ഉടനെ ഒരു ദിവസം ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ ദിവസം ഒരു മിററിൽ അല്ലെങ്കിൽ ഒരു കുളിക്കുന്ന സമയത്ത് ഷവറിൻ്റെ അടിയിലാണെങ്കിലും ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കുക. പീരിയഡ്സ് നിന്ന സ്ത്രീകളിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. ബിക്കോസ് ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അപ്പോൾ അതുകൊണ്ട് പീരിയഡ്സ് നിന്ന് മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിലാണെങ്കിൽ എല്ലാ മാസം ഒരു ഡേ ഫിക്സ് ചെയ്യാം. മാസം 1-ാം തീയതി എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം എക്സാമിൻ ചെയ്യുക. അത് നിർബന്ധമായിട്ടും എല്ലാ സ്ത്രീകളും ചെയ്തിരിക്കണം. ബിക്കോസ് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ വരുന്ന ക്യാൻസേഴ്സാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്നത്തെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് വളരെ ഏർലി സ്റ്റേജസിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു മുഴയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്രസ്റ്റ്
സ്ക്വീസ് ചെയ്ത് നിപ്പിൾ സ്ക്വീസ് ചെയ്ത് നോക്കി എന്തെങ്കിലും ഡിസ്ചാർജ് ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഉണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കുക. എല്ലായ്പ്പോഴും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അത് ക്യാൻസർ എന്നല്ല, പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ പോയിട്ട് കാണുക, അത് വേണ്ട അത്യാവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും ഇത് ബാധിക്കാമെന്ന്. ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെയും ഇത് പഠിപ്പിക്കേണ്ടതല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് സ്കൂൾ പല കാര്യങ്ങളും, ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ മെൻസ്ട്രൽ ഹൈജീൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് പോലെ തന്നെ സെൽഫ് ഡ്രസ് എക്സാമിനേഷനൊക്കെ എല്ലാ ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വേണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒരു വ്യക്തിക്ക് സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ശരീരം മുൻകൂട്ടി കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ബ്രസ്റ്റിലുള്ള സയൻസ് തന്നെയാണ്, അതായത് സ്കിന്നിൽ വരുന്ന സ്കിന്നിൽ വരുന്ന ചേഞ്ചസ്, കളർ ചേഞ്ച്, നിപ്പിളിൽ വരുന്ന ചേഞ്ചസ്, ബ്രസ്റ്റിൻ്റെ സ്കിന്നിൽ തന്നെ റെഡ്നെസ്, കളർ മാറ്റം, അല്ലെങ്കിൽ റിങ്ക്ലിങ്, ഈ ചുളുങ്ങി നിൽക്കുന്ന അത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ലംബ്, അതായത് ഒരു തടിപ്പ് പോലെ ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിസ്ചാർജസ്, നിപ്പിളിൽ നിന്നുള്ള ഡിസ്ചാർജ്, അതായത് ബ്ലഡ് സ്റ്റെൻഡ് ആയിക്കോട്ടെ, ചിലപ്പോൾ ക്ലിയർ ഡിസ്ചാർജ് ആയിരിക്കും അത്. പിന്നെ മേ നോട്ട് വിത്ത് പെയിൻ, ചില കേസുകളിൽ പെയിൻ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ പെയിൻ ഉണ്ടാവാറില്ല. ഇതൊക്കെയാണ് മെയിൻലി നോക്കേണ്ട സിംറ്റംസ്. അതുപോലെ ഒരു കുട്ടിയുടെ ആർത്തവ ആരംഭവും അതുപോലെ ഒരു സ്ത്രീയുടെ ആർത്തവ വിരാമവും ആ വ്യക്തിയിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നത്. യെസ്, ഓൾവേസ് എപ്പോഴും ഏർലി മെനാർക്കി, അതായത് ഫസ്റ്റ് പീരിയഡ്സ് നേരത്തെ ആവുന്ന കുട്ടികളിൽ, ഇപ്പം കുറേ കൂടെ നേരത്തെയാണ്. മുമ്പൊക്കെ 13-14 വയസ്സ് ഉണ്ടായിരുന്നത്, ഇപ്പം 9-10 ഇയേഴ്സിൽ കുട്ടികൾക്ക് പീരിയഡ്സ് ആവുന്നത്. അതുപോലെ ലേറ്റ് മെനോപോസ്, അതായത് 53-54 അങ്ങനെ ഒരുപാട്, അതിൽ കൂടുതലും ലേറ്റായിട്ട് മെനോപോസ്. അപ്പം ഈ ഒരു കാലയളവിൽ ഏർലി മെനാർക്കി ആൻഡ് ലേറ്റ് മെനോപോസ് എന്ന് പറയുന്നത്, ഈ ത്രൂ ഔട്ട് ഒരു സ്ത്രീയുടെ ലൈഫിൽ ഈ പീരിയഡ് വളരെ ലോങ് ആണെങ്കിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുതലാണ്. അത് ഓരോ സൈക്കിളിലും അവർക്ക് ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ എക്സ്പോഷർ കൂടുതലാണ്, വിച്ച് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഈ ഒരു കാലയളവ് കൂടുതലുള്ളവരിൽ കൂടുതലായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ അതിനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാരമ്പര്യമായിട്ട് ലഭിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമായിരിക്കും? സാധ്യതയുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ബെസ്റ്റ് എക്സാമ്പിളാണ്. ബ്രസ്റ്റ് ക്യാൻസർ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, അതായത് മദറിലോ അല്ലെങ്കിൽ സിസ്റ്ററിലോ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്ക് ആ സ്ത്രീയിൽ കൂടുതൽ ഹൈ റിസ്ക് ആണ്. അതുപോലെ തന്നെ ഒവേറിയൻ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, എല്ലാ ക്യാൻസേഴ്സും സ്ത്രീകളിൽ എടുത്ത് നോക്കിയാൽ ഒരു ജനറ്റിക്, അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിലുണ്ടെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലി ഹിസ്റ്ററി ഉള്ളൊരു വ്യക്തിക്ക് അവർക്ക് അത് വരാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് നടത്തുന്ന BRCA1 പോലത്തെ ജീൻ ടെസ്റ്റുകൾ എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും? ബ്രസ്റ്റ് ക്യാൻസർ എല്ലാ ക്യാൻസേഴ്സിനും ഇതുപോലത്തെ ഒരു ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുള്ളവർ പ്രത്യേകിച്ചും കുറച്ച് എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം. സാധാരണ റൂട്ടീൻ ചെക്കപ്പ് കൂടാതെ അവർ കുറച്ച് എക്സ്ട്രാ ടെസ്റ്റുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ BRCA1, BRCA2 എന്ന് പറയുന്നത്, അതായത് അത് ട്യൂമർ സപ്രസൻസ് ജീൻസാണ്. അത് സാധാരണഗതിയിൽ അത് നോർമലി ഫങ്ഷനിങ് ആണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ബ്രസ്റ്റ് ക്യാൻസറിനെ സപ്രസ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും വരാണ്ടിരിക്കാനായിട്ട്. സോ അങ്ങനത്തെ ആ ജീനിൽ, ഈ 2 ജീനിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻസ് വരിക, അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെ മ്യൂട്ടേഷൻ ഉള്ളവരിൽ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു ഫാമിലി സ്ട്രോങ് ഉണ്ടെങ്കിൽ എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 3 പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഗൈനക് ക്യാൻസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ യൂട്രൈൻ, സർവിക്കൽ, ഒവേറിയൻ ക്യാൻസേഴ്സ്, ഇതിൻ്റെയൊക്കെ ഒരു യുണീക്ക് ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയായിരിക്കും ഇതുണ്ട് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന? ഈ പറഞ്ഞ 3 ക്യാൻസേഴ്സും മൂന്നും ഡിഫറെൻറ്റ് സിംറ്റംസ് ആണ്. സർവിക്കൽ ക്യാൻസറിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു നോൺ സ്പെസിഫിക് സിംറ്റംസ് എന്ന് പറയും, അതായത് ഒരു പ്രത്യേകിച്ചൊരു സിംറ്റം അല്ല, പക്ഷേ എപ്പോഴും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന വൈറ്റ് ഡിസ്ചാർജ് ഓർ ബ്ലീഡിങ്, പീരിയഡ്സ് കഴിഞ്ഞാലുള്ള ഇൻ ബിറ്റ്വീനുള്ള ബ്ലീഡിങ് ഓർ ഇച്ചിങ്, ഭയങ്കരമായിട്ടുള്ള അമിതമായിട്ടുള്ള, അങ്ങനെ പല രീതിയിലുള്ള നോൺ സ്പെസിഫിക്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയും നോൺ സ്പെസിഫിക് ആയതുകൊണ്ട്. ഓവേറിയൻ ക്യാൻസറിനാണെങ്കിൽ നമുക്ക് എപ്പോഴും ഓവേറിയൻ ക്യാൻസർ തിരിച്ചറിയുന്നത് വളരെ ലാസ്റ്റ് വൈകിട്ടാണ്. ബിക്കോസ് പ്രത്യേകിച്ച് ഒരു സിംറ്റംസിൽ വളരെ നോൺ സ്പെസിഫിക് സിംറ്റം, അതായത് ഒരു ഗ്യാസ് പോലെ, വയറിനൊരു കനം പോലെ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളായിരിക്കും സാധാരണ വരുന്നത്. അതുകൊണ്ട് തന്നെ ബൈ ദ ടൈം ഇത് അറിയുമ്പോഴത്തേക്കും വളരെ ലേറ്റ് ആയിരിക്കും. എപ്പോഴും അറിയുന്നത് ഒരു വയറ് വളരെ വലുതായി, ഈ ട്യൂമർ വളരെ വലിയ സൈസായിട്ട് എന്തെങ്കിലും ഡിസ്കംഫർട്ടായിട്ട് പോകുമ്പോഴായിരിക്കും അറിയുന്നത്. അതുപോലെ തന്നെ യൂട്രൈൻ ക്യാൻസറിനാണെങ്കിൽ മോസ്റ്റ് കോമൺ ഇസ് ബ്ലീഡിങ്, എക്സസീവ് പീരിയഡ്സ് ഉള്ളവരിലാണെങ്കിൽ അമിതമായിട്ടുള്ള രക്തസ്രാവം തന്നെയാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും വലിയൊരു കൺസേൺ വെജൈനൽ ഡിസ്ചാർജ്, അബ്നോർമൽ വെജൈനൽ ഡിസ്ചാർജ്, വെള്ളപ്പൊക്കം അഥവാ ലൂക്കോറിയ. ഇത് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതും ഒരു മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കേണ്ടതും?
നോർമലി ഒരു വെജൈനയിൽ ഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ട്. അത് നമുക്ക് അത്യാവശ്യമാണ്. ബിക്കോസ് നോർമൽ ഒരു വെജൈനൽ ക്ലീനിങ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നോർമലി ഒരു ഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഡിസ്ചാർജ് കോമൺ ആണ്. പക്ഷേ അതെ, ലൂബ്രിക്കേഷനും ഒക്കെ ആയിട്ട്. പക്ഷേ അതല്ല, അതിൽ കൂടുതൽ ഡിസ്ചാർജ് ഭയങ്കര ബുദ്ധിമുട്ടായി നമുക്ക് തോന്നുന്നു. ലൈക്ക് പാൻറ്റീസിലൊക്കെ എപ്പോഴും ഭയങ്കര സ്റ്റെയിൻഡ് ആയിട്ട് വരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിങ്, ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ബാഡ് സ്മെല്ല് വരുന്നു. അങ്ങനെ ആകുമ്പോഴാണ് എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ഒരു കൺസൾട്ട് ചെയ്യുക. ബിക്കോസ് പല രീതിയിലുള്ള ഇൻഫെക്ഷൻ ആവും. ഇറ്റ് കുഡ് ബി ബാക്ടീരിയൽ ആവാം, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ വൈറൽ ആവാം. അപ്പോൾ എപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓവർ ദ കൗണ്ടർ വെറുതെ ഒരു മെഡിസിൻ പുറത്ത് സാധാരണ കാണുന്ന ഒരു പ്രവണത അതാണ്. എങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഫാർമസി പോയിട്ട് എന്തെങ്കിലും പുരട്ടാനുള്ള ഒരു ക്രീം പുരട്ടുന്നു. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഒരു എക്സ്പേർട്ടിനെ കണ്ട് മീറ്റ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക, എന്ത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കും. ഈ ലൂക്കോറിയ അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നതിനെ പ്രതിരോധിക്കാനും ഒഴിവാക്കാനുമായിട്ട് എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ? ഹൈജീൻ തന്നെയാണ് ഒരു മെയിൻ റീസൺ. പക്ഷേ പലപ്പോഴും എത്രത്തോളം നമ്മൾ സ്ത്രീകൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താലും ആ ഒരു ഏരിയ, പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് നിൽക്കാനുള്ള സാധ്യത, ഒരു സ്വെറ്റ്, ഒരു വിയർപ്പ് കാരണം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. അപ്പം ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ടോയ്ലറ്റിലൊക്കെ പോയി കഴിയുമ്പം വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കുക. അതുപോലെ തന്നെ പാൻറ്റീസ്, കോട്ടൺ പാൻറ്റീസ്, ഈ സിന്തറ്റിക് ഫാബ്രിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ടെൻഡൻസി കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു കോട്ടൺ പാൻറ്റീസ്, കുറച്ച് ലൂസ് ഫിറ്റിംഗ്, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് വെയർ ചെയ്യാം. ഇതൊക്കെയാണ് മെയിൻലി ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഈ ബന്ധപ്പെട്ടതിന് ശേഷമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ലുക്കോറിയ വരാതിരിക്കാനായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടല്ല, പക്ഷേ എപ്പോഴും കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ യൂറിൻ പാസ് ചെയ്യുക. ബിക്കോസ് അത് യൂറിൻ ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഒരു വിധത്തിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും ഒരു വലിയ കൺസേൺ ആയിട്ട് കാണുന്നത് അവർക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ്. എന്തൊക്കെയായിരിക്കും ഈ STIs പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമൺ സിംറ്റംസ്? എഗെയിൻ ഇതൊക്കെ ജനറൽ സിംറ്റംസ് തന്നെ. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്താണെന്നെങ്കിലും ഇച്ചിങ്, ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ്, വൈറ്റ് ഡിസ്ചാർജ്, വൈറ്റ് എന്നല്ല പല കളറിലുള്ള ഡിസ്ചാർജ്, വൈറ്റ് ഡിസ്ചാർജ്, യെല്ലോ ഡിസ്ചാർജ്, ചിലപ്പോൾ ഗ്രീൻ കളർ, അങ്ങനെ പല രീതിയിലുള്ള കളർ ചേഞ്ചസ് ഉണ്ടാവും ഡിസ്ചാർജിൽ. പിന്നെ സ്മെല്ല്, ഭയങ്കര ഒരു ഫൗൾ സ്മെല്ലിങ് ആണ്. ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സിമ്പിൾ ഒരു കാൻഡിഡിയാസിസ്, അതായത് സിമ്പിൾ ഒരു ല്യൂക്കോറിയ തൊട്ട് അതൊരു STD വരെ ആവാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാതെ പോയി കൺസൾട്ട് ചെയ്യാൻ. ഇനി പ്രഗ്നൻസിയുടെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ എപ്പോഴും പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് ഭൂരിഭാഗം പേരും ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യേണ്ടത്? ഏതാണ് ഒരു റൈറ്റ് ടൈം ടു ടെസ്റ്റ്? ഒന്ന് എപ്പോൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്, നമുക്ക് ഏത് സമയത്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഒന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് യൂറിൻ സാമ്പിൾ പ്രിഫേർഡ് ആണ്. പക്ഷേ എന്നാലും ഏറെക്കുറെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് എല്ലാ പ്രഗ്നൻസി ടെസ്റ്റും നമുക്ക് ഏത് യൂറിൻ സാമ്പിൾ എടുത്താലും പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി ചെയ്യേണ്ട ഏത് ദിവസങ്ങളിൽ എപ്പോൾ ചെയ്യണം എന്നുള്ളത്. പീരിയഡ്സ് യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്ന പീരിയഡ്സ് മിസ്സായി, നമുക്കൊരു പീരിയഡ്സ് അടുത്ത പീരിയഡ്സിൻ്റെ ഡേറ്റ് ആയത് മിസ്സായി അറ്റ്ലീസ്റ്റ് ഒരു 3 to 5 days എങ്കിലും അറ്റ്ലീസ്റ്റ് ആയി കഴിഞ്ഞാലേ നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റൂ. എപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റ് റിസൾട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ളത് എപ്പോഴും വരുന്നത് ഫസ്റ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലഡ് ടെസ്റ്റിലാണ്. അത് ആസ് ഏർലി ആസ് ഒരു ഓവുലേഷൻ, അതായത് 14th day ആണ് നമ്മൾ ഏകദേശം ഓവുലേഷനായി കൺസിഡർ ചെയ്യുന്നത്. ഓവുലേഷൻ്റെ ടൈം കഴിഞ്ഞ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6-7 days കഴിയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് അറ്റ് ദ ഏർലിയസ്റ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടെസ്റ്റിലൂടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് യൂറിനിൽ ഈ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അത് പീരിയഡ്സ് മിസ്സായി അറ്റ്ലീസ്റ്റ് ഒരു 3-5 days എങ്കിലും കഴിയണം. അതും കഴിഞ്ഞതിന് ശേഷമാണ് എപ്പോഴും അൾട്രാസൗണ്ട് സ്കാനിലൊക്കെ ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് ഓർഡറിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസിയുടെ സാധ്യതകൾ കൂട്ടാനായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം തലയോണ അടിയിൽ വയ്ക്കുക, കാല് പൊന്തിച്ച് വയ്ക്കുക, അനങ്ങാതെ കിടക്കുക, ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സയൻറ്റിഫിക്കലി ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ബിക്കോസ് ഒരു സ്പേം എന്ന് പറയുമ്പം ഔട്ട് ഓഫ് മില്യൺ സ്പേംസ് ഒരു 1 sperm മതി. ആൻഡ് സ്പേം എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് യൂട്രസിൻ്റെ ഉള്ളിലൂടെ പോകാനുള്ള ഒരു കപ്പാസിറ്റി ആ സ്പേമിനുണ്ട്. അപ്പം ഈ പൊസിഷൻസ് പക്ഷേ കണക്കാക്കപ്പെടുന്നത് നോർമൽ മിഷണറി പൊസിഷൻ, അതുപോലെ ഇങ്ങനത്തെ കുറച്ചൊക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് ദെൻ സയൻറ്റിഫിക്കലി അത് റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഒന്നുമില്ല. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ട് കിടക്കണമെന്ന് പറയും. ഇതിൻ്റെ വസ്തുത എന്താണ്?
അത് ഒരു കറക്റ്റാണ്. ബിക്കോസ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ടാണ്. അതായത് ആദ്യത്തെ 3-4 മാസത്തിൽ വലിയ കുഴപ്പമില്ല. കുഞ്ഞിൻ്റെ വലുതാവും തോറും, യൂട്രസിൻ്റെ സൈസ് വലുതാവും തോറും അത് മലർന്ന് കിടക്കുമ്പോൾ അത് പോയിട്ട് നേരെ നമ്മുടെ ഒരു മെയിൻ ബ്ലഡ് വെസൽ, ഇൻഫീരിയർ വെന കേവ എന്ന് പറഞ്ഞ ബ്ലഡ് വെസലിൽ പോയിട്ട് കംപ്രസ് ചെയ്യും. അതാണ് ബ്ലഡ് സപ്ലൈ സർക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇതിൽ. അപ്പം ഇങ്ങനെ അത് പ്രഷർ ക്രിയേറ്റ് ചെയ്യും ഒരു ബേബി വലുതാവും തോറും. അതാണ് ലോജിക്കലി സ്പീക്കിംഗ്, ബേബി വലുതാവും തോറും യൂട്രസ് വലുതാവും തോറും അത് ബേബി ചെന്ന് ആ വെസലിന് മലർന്ന് കിടക്കുമ്പോൾ അത് കംപ്രസ് ചെയ്യും. അപ്പോൾ എപ്പോഴും ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടിൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും, പ്ലാസൻറ്റയിലൂടെയുള്ള സർക്കുലേഷൻ ആൻഡ് ഫൈനലി ബേബിക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ്. അത് കൂടാണ്ട് തന്നെ കിഡ്നിയിലേക്കുള്ള സർക്കുലേഷൻ, ഈ പ്രഗ്നൻസിയിൽ വരുന്ന ഡയഫ്രമത്തിലേക്കുള്ള ഒരു പ്രഷറൊക്കെ കുറച്ച് റിലീഫ് ആകും. പേഷ്യൻ്റ് സിംറ്റമാറ്റിക്കലിയും കുറച്ച് ബെറ്റർ ആയിരിക്കും. അതുപോലെ അമ്മമാർ പറയും, അതായത് ഒരു സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിലേക്ക്, ഇപ്പോൾ ലെഫ്റ്റിലേക്ക് കിടക്കുന്ന ഒരാൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് കിടക്കാൻ എണീറ്റിരുന്നിട്ട് വേണം റൈറ്റിലോട്ട് തിരിയാനെന്ന് പറയും. അതിന് കാര്യമുണ്ടോ? കുറേയൊക്കെ മിത്തുകളാണ്, കുറേയൊക്കെ നമ്മുടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞെടുക്കുന്നത് സയൻറ്റിഫിക്കലി അത് പ്രൂവൺ ആണ്, അത് ബെറ്റർ ആണെന്നുള്ളത്. പക്ഷേ അതർവൈസ് കിടക്കുമ്പം ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് ചേഞ്ച് ചെയ്യണമെന്നില്ല. കിടക്കുമ്പോൾ ഒരു ജെൻറ്റലായിട്ട് ഒന്ന് മറ്റേ സൈഡിലേക്ക് ടേൺ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ആർത്തവ സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി സമയത്ത് ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നോർമൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ല. അതായത് നമുക്ക് ഒരിക്കലും ചെയ്യരുത്, അത് ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചില കണ്ടീഷൻസിൽ എപ്പോഴും ഇപ്പോൾ പീരിയഡ്സിൻ്റെ സമയത്ത് കോൺടാക്ട് ചെയ്യുകയാണെന്നില്ല, എപ്പോഴും ഒരു ഹൈജീൻ ഇഷ്യൂ തന്നെയാണ് മെയിൻലി. അത് കോൺടാക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിസ്കംഫേർട്ട് ജനറൽ ആൻഡ് പേഷ്യൻറ്റിനും ചിലപ്പോൾ ഒരു ഡിസ്കംഫേർട്ട്, പേഷ്യൻ്റ് അല്ല, ഈ സ്ത്രീകൾക്കും ഒരു ഡിസ്കംഫേർട്ട് കാണും. കാരണം ചിലർക്ക് പീരിയഡ്സ് ടൈമിൽ പെയിന്, ഒരു ക്രാംസ് ഒക്കെ ഉണ്ടാകുന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളവരിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാകും. അത് കൂടാണ്ട് തന്നെ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ബട്ട് ദെൻ കോൺടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും ഒരു കോണ്ടംസ് യൂസ് ചെയ്യുന്നത് എപ്പോഴും സേഫ് ആയിരിക്കും. പ്രഗ്നൻസിയുടെ സമയത്ത് കോൺടാക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും നോർമൽ, വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തൊരു പ്രഗ്നൻസിയിലാണെന്നുണ്ടെങ്കിൽ സെക്ഷൽ കോൺടാക്റ്റിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതല്ല, ചില കണ്ടീഷൻസ് ഉണ്ട്, ഈ പ്ലാസൻറ്റ പ്രീവിയ, അതുപോലെ ഈ സെർവിക്സിൻ്റെ ലെങ്ത് കുറവായിട്ടുള്ളത്, അതുപോലെ വേറെ പല ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിൽ അത് ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻ്റർകോഴ്സ് അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറയും, ഇങ്ങനെ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കോൺടാക്ട് ചെയ്യുക, അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. ഡോക്ടർ, നമ്മുടെ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മളൊരു വിഷയത്തെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കേണ്ടായി. അന്ന് ഡോക്ടർ പറഞ്ഞു, ഇതിൻ്റെ കുറച്ചും കൂടെ സീരിയസ് കണ്ടീഷൻ പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൽ ഇറ്റ് ക്യാൻ ഈവൻ ലീഡ് ടു സൂയിസൈഡൽ ടെൻഡൻസി എന്ന്. ഞാൻ ഡോക്ടർക്ക് ഒരു വിഷ്വൽ കാണിച്ചു തരാം. എത്രത്തോളം ഭയാനകമായിട്ടുള്ളൊരു രംഗമാണ്. സ്വന്തം അമ്മ കുഞ്ഞിനെയാണ്. എനിക്ക് തോന്നുന്നു ഇന്നും ഒരു 70% ആളുകളും ഇതിനെക്കുറിച്ച് ബോധേഡല്ല, അല്ലെങ്കിൽ അറിവില്ല. പലപ്പോഴും പറയുമ്പോൾ എല്ലാവരും കടന്നു പോകുന്ന ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ തള്ളിക്കളയും. എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണിത്? നമുക്കറിയാം, ഏതമ്മക്കും ഒരു കുഞ്ഞിനെ, അവൻ്റെ സ്വന്തം കുഞ്ഞിനെ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഹേർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഇത്രയും അങ്ങനെ പീഡനം ഏൽപ്പിക്കില്ല, ഡെഫിനറ്റ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കണം. ഒരിക്കലും ഇൻറ്റൻഷനലി ഒരമ്മയും സ്വന്തം മക്കളെ അങ്ങനെ ഹേർട്ട് ചെയ്യില്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനത്തെ നമ്മളെപ്പോഴും അറിയണം. ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഭൂരിഭാഗം പേരും ആ വീഡിയോ കാണുമ്പം നമുക്ക് എപ്പോഴും അമ്മേനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും, ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അവയർനെസ് ഇല്ലാത്ത തന്നെയാണ് മെയിൻ കാര്യം. അങ്ങനെ പലപ്പോഴും ഇതിൻ്റെ സിവിയറിറ്റി, ഇപ്പം ചിലപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വളരെ ചെറുതായിരിക്കും. ഈ പറഞ്ഞ പോലെ പല രീതിയിലാണ് ഇത് സിംറ്റംസ് വരുന്നത്. ഇമോഷണൽ, ഫിസിക്കൽ ആൻഡ് ബിഹേവിയറൽ, ഇങ്ങനെ 3 രീതിയിൽ പല സിംറ്റംസ്. ഇമോഷണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറിറ്റബിലിറ്റി, ആൻസൈറ്റി, ഡിപ്രഷൻ, കരച്ചിൽ വരുന്നു, ഒരു ഭയങ്കര സങ്കടം വരുന്നു, ഇതൊക്കെയാണ് മെയിൻലി. ഫിസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ, ലൈക്ക് ഒന്നിനോടും പല രീതിയിലുള്ള ബോഡി പെയിൻസ്, പിന്നെ അതുപോലെ ഒരു സോഷ്യൽ വിത്ഡ്രോവൽ, പിന്നെ അത്
കൂടാണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഇങ്ങനെ ഇത്രയും സിവിയറായിട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു എക്സ്ട്രീം കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ട പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ ഉള്ളത്. കുട്ടികളെ ഹേർട്ട് ചെയ്യുന്നത് മാത്രമല്ല, സ്വയമായിട്ട് സെൽഫ് ആയിട്ട് ഹാം ചെയ്യാനും സൂയിസൈഡൽ ടെൻഡൻസിയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇത് തിരിച്ചറിയാം. ഇനിയിപ്പം ഈ ഇതിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ തിരിച്ചറിയുന്നതിൽ കൂടെയുള്ളവർ ഇത് തിരിച്ചറിയണം. അതിന് ഒരു കംപ്ലീറ്റ്ലി ചിലപ്പോൾ ക്യൂറബിൾ ആയിരിക്കാം. ഒരു പേഷ്യൻ്റ് അതിങ്ങനെ കടന്നു പോകുന്ന സ്ത്രീകളെ കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല തെറാപ്പീസിലൂടെയും നമുക്കതിൽ പല ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. അപ്പം ഒന്ന് അവയർനെസ്, അറിയാത്തവർക്ക് ഇത് തിരിച്ചറിയാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് കെയർ, അത് കൂടെയുള്ളവർ സപ്പോർട്ടാണ്. അതായത് കൂടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, ഇൻലോസ് ആയിക്കോട്ടെ, ഇവരിത് തിരിച്ചറിഞ്ഞ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ആ സ്ത്രീയെ തിരിച്ച് നോർമൽ ജീവിതത്തിൽ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തിങ് ടു ഡു. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടുള്ളൊരു അവെയർനെസ് എന്ന നിലയ്ക്ക് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ കോമൺ ആയിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും? സാധാരണ ഇങ്ങനത്തെ സ്ത്രീകളിൽ വളരെയധികം സങ്കടപ്പെടുന്നു, ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നു, ഭയങ്കര ഇറിറ്റേഷൻ, എല്ലാത്തിനോടും ഒരു വിരക്തി, ഒരു ഇഷ്ടമില്ലായ്മ, സ്വന്തം കുഞ്ഞുങ്ങളോടാണെങ്കിലും ഒരു ഇഷ്ടക്കേട്, സെൽഫായിട്ട് ഹാം ചെയ്യാനും സ്വയമായിട്ട് പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൽഫ് ഹാം ചെയ്യാനുള്ളൊരു ടെൻഡൻസി, ഉറക്കമില്ലായ്മ, അതുപോലെ വിശപ്പില്ല, എല്ലാം പൊതുവെയുള്ള സോഷ്യൽ ആൻസൈറ്റി, ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ, ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. ഇതൊക്കെയാണ് മേജർ സിംറ്റംസ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂരിഭാഗം വീടുകളിലും സ്ത്രീകൾ അവരുടെ മക്കളായിട്ടും ഭർത്താക്കന്മാരായിട്ടും വഴക്ക് കൂടുന്നത് അവരുടെ ആ പീരീഡ്സിൻ്റെ ഒരു 2-3 ദിവസം മുൻപായിരിക്കും. ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിനാൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾ വളരെ അധികമുണ്ട്. ഇതിൻ്റെ ഒരു PMSലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? പല രീതിയിലാണ്. ഇമോഷണൽ, ഫിസിക്കൽ, അതുപോലെ ബിഹേവിയറൽ, ഈ 3 രീതിയിലുള്ള ചേഞ്ചസാണ്. ഇമോഷണലി പറയുകയാണെങ്കിൽ ഭയങ്കര ഇറിറ്റബിലിറ്റി, ആൻസൈറ്റി, ഡിപ്രഷൻ, ഒന്നിനോടും താല്പര്യമില്ലായ്മ. ഫിസിക്കൽ ചേഞ്ചസ് പറയുകയാണെങ്കിൽ ഹെഡേക്ക്, ബ്രസ്റ്റ് പെയിന്, ജോയിൻറ്റ് പെയിൻ, ഭയങ്കര ബ്ലോട്ടിങ്, വീർത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു. പിന്നെ ബിഹേവിയറൽ ചേഞ്ചസ് ആൻഡ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സെക്സ്, പാർട്ട്ണറുമായിട്ടുള്ള കോൺടാക്ട്, ജനറലി ഒരു ഇൻട്രസ്റ്റ് ഇൻ സെക്സ് മാത്രമല്ല, ജനറലി എല്ലാത്തിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്, ഒരു വിത്ഡ്രോവൽ പോലെ തോന്നും. ഇങ്ങനെ 3 രീതിയിലുള്ള സിംറ്റംസാണ് യൂഷ്വലി പ്രകടിപ്പിക്കുക. ആൻഡ് പീരിയഡ്സ് ആവുന്നതിൻ്റെ ഒരു 1 or 2 വീക്സ് മുമ്പ് തൊട്ട് തുടങ്ങും ചിലർക്ക്. അത് പീരിയഡ്സ് ആവുന്നത് കൂടെ ചിലർക്ക് നിൽക്കും, ഓർ മേ ബി ത്രൂ ഔട്ട് ദ പീരിയഡ്സും ചിലർക്ക് ഈ സിംറ്റം ഉണ്ടാവാറുണ്ട്. പലർക്കും പല രീതിയിലാണ്. ഇറ്റ് മേ ബി വെരി സിമ്പിൾ, സിവിയർ, മൈൽഡായിട്ടുള്ള സിംറ്റംസ് ആയിരിക്കാം. കുഡ് ബി വെരി സിവിയർ, എക്സ്ട്രീംലി സിവിയർ, എഫക്റ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് ദെയർ ലൈഫ്. ഒരാളുടെ സിംറ്റംസ് വെച്ചിട്ട് എല്ലാവരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഫ്രണ്ടിന് വളരെ ലൈറ്റായിട്ടാണെന്ന് വെച്ചിട്ട് അതുപോലെ ആയിരിക്കണം. ചിലപ്പം അമ്മയ്ക്ക് പീരിയഡ്സിലൂടെ കടന്നു പോകുന്നത് വളരെ ലൈറ്റായിരിക്കാം, ചിലപ്പം മോൾക്കോ മരുമോൾക്കോ വരുന്നത് അതുപോലെ ആയിരിക്കില്ല, എക്സ്ട്രീം ആയിരിക്കും. അപ്പോൾ അത് തിരിച്ചറിയണം, അതിൻ്റെ സിവിയറിറ്റി അറിയണം, അതിനുള്ള സപ്പോർട്ടീവ് കെയർ കൊടുക്കണം. ഓക്കെ, ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ ഒരു ചികിത്സ അർഹിക്കുന്ന അല്ലെങ്കിൽ ചികിത്സ വേണ്ട ഒന്നാണോ? തീർച്ചയായിട്ടും. ബിക്കോസ് ഈ പറഞ്ഞ പോലെ അത് അത്രയും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള വളരെ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ലൈക്ക് ഡയറ്ററി ചേഞ്ചസ്, പിന്നെ നമുക്ക് എക്സസൈസ്, അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ, ഡയറ്റിൽ ചെറിയ മാറ്റങ്ങൾ, ഷുഗർ, സോൾട്ട്, അങ്ങനത്തെയൊക്കെ കട്ട് ഡൗൺ ചെയ്യാം. ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, ഒരു യോഗ, മെഡിറ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിഹേവിയറൽ ചേഞ്ചസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അത് കൂടാണ്ട് തന്നെ സപ്പോർട്ടീവ് ചെറിയ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഡെഫിനറ്റായിട്ടും ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്തും അതിനു മുൻപും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സ്ത്രീകളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആണെങ്കിലും എന്താണ് മനസ്സിലാക്കേണ്ടത്? എങ്ങനെയായിരിക്കണം അവരതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഫസ്റ്റായിട്ട് ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം കൂടെ നിൽക്കുന്നവർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാലേ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ജനറലി അതെല്ലാവർക്കും ഉള്ളതല്ലേ എന്നുള്ള അങ്ങനെ ഒരു ഇതിൽ പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, വാട്ട് ദേ ഗോയിങ് ത്രൂ, അത് ഒരു ഫിസിയോളജിക്കൽ, ഒരു ലേഡി എന്ന രീതിയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലാതെ അവർ ഓവറായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ അല്ല എന്നുള്ളത് കൂടെയുള്ളവർ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം അത് സപ്പോർട്ടീവ് കെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടാണ്ട് ബാക്കിയുള്ള മെഡിക്കേഷൻസും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അതിന് വേണ്ട ചികിത്സാ രീതികളൊക്കെ ചെയ്യുക. ഒരുപാട് അറിവുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡിലൂടെ കൊടുക്കാൻ പറ്റി എന്ന സന്തോഷത്തോടു കൂടി ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു ഡോക്ടർ ജിജി, താങ്ക് യു ഫോർ ഗിവിങ് ദിസ് ബ്യൂട്ടിഫുൾ സെഷൻ. ഇറ്റ്സ് മൈ പ്ലഷർ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ അഗൈൻ.